പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം നൽകിയ അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ലെന്ന് ജസ്റ്റിസ് ഗോപിനാഥ്. 2016 ദുരന്തത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് വന്നത് ഗുരുതരമായ പിഴവാണെന്നും ജസ്റ്റിസ് ഗോപിനാഥ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരളത്തിലേക്ക് വീണ്ടും ഒരു വെടിക്കെട്ട് ദുരന്തം കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഈ ദുരന്തം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 2016 നടന്ന കൊല്ലം പരവൂര് നടന്ന വെടിക്കെട്ട് ദുരന്തത്തെയാണ്. അന്ന് ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ഗോപിനാഥ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ വീണ്ടും ഒരു ദുരന്തമുണ്ടായേക്കുന്നു. അന്ന് താങ്കൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയില്ല എന്നുള്ളൊരു നിലപാടുണ്ടോ സാറിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിച്ച് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടുകൂടി നിയമസഭയിൽ വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് അവർ കൊടുത്തെങ്കിലും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്ന സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ട പ്രോട്ടോക്കോൾ അവർ തയ്യാറാക്കിയിരുന്നില്ല. ഇക്കാര്യത്തിൽ ആ പ്രോട്ടോക്കോൾ തയ്യാറാക്കി അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ക്രമീകരിക്കാത്തതിൻ്റെ വീഴ്ച ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കൃത്യം 10 വർഷമായി ആ ദുരന്തം കഴിഞ്ഞിട്ട്. ഈ 10 വർഷത്തിനിടയിൽ പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിലുള്ള വെടിക്കെട്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി. അപ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള ഈ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവുക. എൻ്റെ അന്നത്തെ റിപ്പോർട്ടിൽ തന്നെ ഇതൊരു മാൻമെയ്ഡ് ദുരന്തമാണെന്നുള്ളതാണ് എൻ്റെ റിപ്പോർട്ട്. പല പ്രാവശ്യമായിട്ടുള്ള വീഴ്ച ആവർത്തിച്ച് വന്ന അവസാനം വലിയ ദുരന്തത്തിൽ കലാശിച്ചതാണ്. ഇവിടെയും വേണ്ടത്ര മുൻകരുതലെടുത്തിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം എന്നെല്ലാം പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഇതിനകത്ത് ഈ പറയുന്ന വെടിക്കെട്ട് വേണ്ട എന്ന് ഇപ്പോൾ ചിലർ സമൂഹ മാധ്യമങ്ങളിലടക്കം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടില്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങൾ വെച്ച് അത് ഒരു വിഭാഗത്തെ ബാധിക്കും എന്നുള്ളൊരു അഭിപ്രായമില്ലേ? ഈ വെടിക്കെട്ട് ഒരു റിലീജിയസ് പ്രാക്ടീസ് അല്ല, ഒരു മതത്തിൻ്റെയും റിലീജിയസ് പ്രാക്ടീസ് അല്ല ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ആഘോഷത്തിൻ്റെ ഭാഗമാണ്, ആഘോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇല്ലെന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അന്നത്തെ റിപ്പോർട്ടിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കും ACPയുടെയും അതുപോലെ തന്നെ ADMയുടെ ഒക്കെ ഭാഗത്തു നിന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ തക്കതായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നു. അതൊരു ഡോൺ കെയർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണ് പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നത്. പിന്നീട് ചിലപ്പോൾ കുറച്ചൊരു ആത്മവിശ്വാസം ഉണ്ടാകും ചെയ്യുന്നവരുടെ. അത് പ്രവൃത്തി ചെയ്യുന്നവർ കൃത്യമായിട്ട് ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ടെന്ന് ഒരു വിശ്വാസത്തിലും ചിലപ്പോൾ ആകാം. പക്ഷേ അത് പാടില്ല. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും ആലസ്യം പാടില്ലെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട് ഇത്തരം ആലസ്യങ്ങൾ വരുമ്പോഴായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് പരവൂര് ദുരന്തത്തെ പറ്റി പറയുമ്പോൾ തന്നെ 10 വർഷം മുമ്പാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും തൃശ്ശൂർ പൂരം അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ പഴയ റിപ്പോർട്ടും കൂടി നമ്മൾ ഒന്ന് വായിച്ചെടുക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സഹീർ ഗുരുവായൂരിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.